ആരോഗ്യരംഗത്തെ സിസ്റ്റം പരാജയമാണെങ്കിൽ മന്ത്രിയും മന്ത്രിസഭയും മാറണമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. 10 വർഷമായി സിസ്റ്റം നേരെയാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഡോക്ടർമാരുടെ സമരത്തിന് നേർക്ക് സർക്കാർ കണ്ണടയ്ക്കുകയാണ്. ആശുപത്രികളിൽ ആരു ചെന്നാലും ഡോക്ടർമാരില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതൊന്നും പരിഹരിക്കാതെ നാട് മുഴുവൻ ബോർഡ് വെച്ച് വീമ്പു പറയുകയാണെന്നും കോടികൾ മുടക്കിയുള്ള PR പ്രചരണം ജനം തിരിച്ചറിയുന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. സിസ്റ്റത്തിന്റെ ഫെയിലിയർ മാറ്റണമെങ്കിൽ മന്ത്രി തന്നെ മാറിയേ മതിയാകും. ഈ മന്ത്രിസഭ തന്നെ മാറിയേ മതിയാകും. 10 വർഷമായിട്ട് സിസ്റ്റമിക് കറക്ഷൻസ് വരുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഇനി എന്നാണ് സിസ്റ്റത്തെ നന്നാക്കാൻ കഴിയുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർ കുറേ ദിവസമായി സമരത്തിലാണ്. രോഗികൾ ചെന്നാൽ ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല. രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ഒരു പരിചരണവും ലഭിക്കുന്നില്ല. എന്നാൽ അവരോട് ചർച്ച ചെയ്ത് അവരുടെ ശമ്പള കുടിശ്ശിക കൊടുക്കാമെന്നും മറ്റാനുകൂല്യങ്ങൾ പരിഗണിക്കാമെന്നും പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെ സമരം ചെയ്യുന്ന ഡോക്ടർമാർ സമരം ചെയ്യട്ടെ, രോഗികൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് ചെന്നാലും ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നില്ല. രാജ്യം മുഴുവൻ ബോർഡ് വെക്കുകയും തെരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള വിവരം സർക്കാർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രതികരണം കൂടി രമേശ് ചെന്നിത്തല വരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ അദ്ദേഹം തള്ളുകയാണ്. റീത്ത് വെച്ചുള്ള സമരം CPMന്റെ രീതിയാണ്. അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്ന സാധാരണഗതി CPM ആണ്. അപ്പോൾ അവരുടെ ഒരു ശൈലി നമ്മൾ എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അല്ലാതെ തന്നെ പ്രതിഷേധിക്കാൻ കഴിയുമല്ലോ. കഴിഞ്ഞ ദിവസം MN വിജയൻ്റെ മകൻ്റെ വീടിൻ്റെ മുമ്പിൽ റീത്ത് വെച്ചു. അപ്പോൾ അത്തരം നടപടികൾ നമുക്ക് വേണോ വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠർ രാജീവരെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനാണെന്ന ആരോപണവുമായും രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ശബരിമല വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതിന് ജനം ചുട്ട മറുപടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകളെ സംബന്ധിച്ച് ഹൈക്കോടതി സൂചന നൽകിയിട്ടും SIT അനങ്ങിയില്ലെന്ന് വിമർശിച്ച ചെന്നിത്തല CPM നോമിനിയായിരുന്ന PS പ്രശാന്ത് ഗുരുതരമായി തെറ്റ് ചെയ്തെന്നും കുറ്റപ്പെടുത്തി. CPMന്റെ നോമിനിയായിരുന്ന PS പ്രശാന്ത് ഈ കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു കൊണ്ട് പ്രശാന്ത് നടത്തിയ ഗുരുതരമായ തെറ്റുകൾ, ബോർഡ് എടുത്ത തീരുമാനങ്ങൾ, ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തെ 2 തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിൻ്റെ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക്, ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.